ഹലോ. അപ്പോൾ നമുക്കിന്ന് ഇതിനൊക്കെ സ്പെഷ്യലായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി കണ്ടുനോക്കാം. അപ്പോൾ നല്ല ക്രീമി ആയിട്ടും നല്ല ഫ്ലേവറായിട്ടൊക്കെ ഈ ഒരു പുഡിങ് പെട്ടെന്ന് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. കുറഞ്ഞ ചേരുവകൾ മാത്രം മതിട്ടോ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഈ ഒരു പുഡിങ് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ ഈ ഒരു ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ 2 പാക്കറ്റ് ബിസ്ക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് പാലിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഈ ഒരു ട്രേയിൽ ഫസ്റ്റ് ലെയർ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്തിട്ട് ഞാനത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഇനി 2 ടേബിൾ സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. മധുരത്തിന് ആവശ്യമായിട്ടുള്ള അത്ര ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തന്നെ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോൺഫ്ലവറും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. ഇത് കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പുഡിങ് ഈ ബിസ്ക്കറ്റ് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് നോക്കണം കേട്ടോ. നല്ല ചീസിൻ്റെ ഫ്ലേവറൊക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഈ ഒരു പുഡിങ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുത്ത ശേഷം ഞാനിത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ കുറുകി വരും കേട്ടോ. ഇപ്പോൾ ഇത് അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്ക് സെക്കൻഡ് ലെയറായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ മുകളിലായിട്ട് ഞാൻ ഈ ഒരു മിൽക്ക് പുഡിങ്ങിൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് സെക്കൻഡ് ലെയറായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് തേർഡ് ലെയറായിട്ട് വീണ്ടും ആ ഒരു ബിസ്ക്കറ്റ് തന്നെ വെച്ച് കൊടുക്കുക. പാലിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ തേർഡ് ലെയറായിട്ട് ബിസ്ക്കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള പുഡിങ്ങിൻ്റെ മിക്സും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടൊക്കെ മാറിയ ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ ഒരു 2-3 മണിക്കൂറൊന്ന് വെച്ച് തണുപ്പിച്ചെടുത്ത ശേഷം ഞാനിതിൻ്റെ മുകളിലായിട്ട് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങനെ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ പുഡിങ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഈ ഒരു പുഡിങ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ബിസ്ക്കറ്റ് വെച്ചിട്ട് ചെയ്തുകൊണ്ട് തന്നെ നല്ല ചീസിൻ്റെ ഫ്ലേവറൊക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു പുഡിങ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിനൊക്കെ നല്ല സ്പെഷ്യലായിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ സെറ്റായിട്ട് നല്ല ക്രീമി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇങ്ങനൊരു പുഡിങ് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു ബിസ്ക്കറ്റ് വെച്ചിട്ട് റെഡിയാക്കി എടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതുപോലത്തെ നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്